മലയാള സിനിമാ രംഗത്തും നൃത്തവേദികളിലും സജീവമായി നിലകൊള്ളുന്ന നടി നവ്യ നായർ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ താൻ പങ്കുവച്ച ഒരു യാത്രാ ചിത്രത്തെ തുടർന്ന് കടുത്ത വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. താരത്തിന്റെ പ്രൊഫൈലിൽ വന്ന ട്രെയിൻ യാത്രാ ദൃശ്യം പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും സെലിബ്രിറ്റികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ചിത്രത്തിൽ അടുത്ത സീറ്റിലേക്ക് കാൽ നീട്ടിവെച്ചിരിക്കുന്ന നവ്യയുടെ രീതിയാണ് വിമർശനങ്ങൾക്ക് ആധാരം. ഒരു വ്യക്തിയുടെ സ്വകാര്യ ചിത്രത്തെ ചൊല്ലിയുള്ള ഈ വിവാദം ഇന്ത്യയുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് യാത്രാ മര്യാദകളെക്കുറിച്ചുള്ള സാമൂഹിക അവബോധം എത്രത്തോളം വളർന്നുവെന്ന് അടിവരയിടുന്നു. വർഷങ്ങളായി ശുചിത്വക്കുറവിന്റെയും അസൗകര്യത്തിന്റെയും പേരിൽ വിമർശനം നേരിടുന്ന ഇന്ത്യൻ റെയിൽവേ സമീപ വർഷങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും ശുചിത്വത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതു ഇടങ്ങളിലെ വൃത്തിയും സൗകര്യങ്ങളും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയായി സമൂഹം കാണുന്നു. നവ്യയുടെ ചിത്രം വിമർശിക്കപ്പെടാനുള്ള പ്രധാന കാരണം അത് പൊതു ഇടത്തിലെ മര്യാദകളുടെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതാണ്. തീവണ്ടിയിലെ സീറ്റ് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്, കാൽ വെക്കാൻ വേണ്ടിയുള്ളതല്ല. അടുത്ത സീറ്റിലേക്ക് കാൽ നീട്ടിവെക്കുന്നത് ആ സീറ്റിന്റെ ശുചിത്വത്തെയും അടുത്ത യാത്രക്കാരന്റെ സൗകര്യത്തെയും ബാധിക്കും. കാലങ്ങൾക്ക് ശേഷമാണ് വൃത്തിയുള്ള ഒരു ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ മാറ്റത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പെരുമാറാനുള്ള ബേസിക് മര്യാദ സെലിബ്രിറ്റികൾ പാലിക്കണമെന്നാണ് പൊതുവാദം. ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക പേജുകളെ ടാഗ് ചെയ്തത് വിഷയത്തിൽ അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനും അത്തരം പെരുമാറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുജന ബോധവൽക്കരണം നൽകാനും വേണ്ടിയാണ്. പ്രമുഖ വ്യക്തികൾ, പ്രത്യേകിച്ച് ചലച്ചിത്ര താരങ്ങൾ, പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സാധാരണ ജനങ്ങൾക്ക് മാതൃകയാവുകയോ അല്ലെങ്കിൽ വിമർശനത്തിന് വഴിയൊരുക്കുകയോ ചെയ്യാം. ആരാധകരെയും സാധാരണക്കാരെയും സ്വാധീനിക്കുന്ന നവ്യയെ പോലുള്ള ഒരു വ്യക്തി പൊതുഗതാഗത സംവിധാനത്തിൽ ഇത്തരം മര്യാദയില്ലാത്ത പെരുമാറ്റം കാണിക്കുന്നത് തെറ്റായ മാതൃക നൽകാൻ ഇടയാക്കുമെന്നും വിമർശകർ വാദിക്കുന്നു. ഒഴിഞ്ഞ സീറ്റ് കണ്ടപ്പോൾ അത് സ്വന്തം സൗകര്യത്തിനായി ഉപയോഗിച്ചു എന്നത് പൊതുസമൂഹത്തിൽ തന്റെ പദവി ഉപയോഗിച്ച് സ്വാതന്ത്ര്യം എടുക്കുന്നതിന് തുല്യമാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ട്രെയിൻ യാത്രയിലെ മര്യാദയില്ലായ്മയെ വിമർശകർ ശക്തമായി ഉന്നയിക്കാൻ ഒരു പ്രധാന കാരണം നവ്യ നായർക്ക് മുൻപ് വിദേശയാത്രയിൽ നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ്. മുല്ലപ്പൂ വിവാദം എന്നറിയപ്പെടുന്ന ഈ സംഭവം താരത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റവുമായി താരതമ്യം ചെയ്യപ്പെടുന്നു. ഓസ്ട്രേലിയയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെയാണ് നവ്യ നായർക്ക് അപ്രതീക്ഷിതമായി പിഴയടക്കേണ്ടി വന്നത്. തിരുവോണ ദിനത്തിൽ അമ്മ നൽകിയ മുല്ലപ്പൂവ് തലയിൽ വെച്ചാണ് നവ്യ യാത്ര തിരിച്ചത്. എന്നാൽ ഓസ്ട്രേലിയൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടുത്തെ കർശനമായ ജൈവ സുരക്ഷാ നിയമങ്ങൾ നവ്യയ്ക്ക് വിനയായി. പുഷ്പങ്ങൾ, പഴങ്ങൾ, വിത്തുകൾ പോലുള്ള ജൈവ വസ്തുക്കൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയിൽ നിയമവിരുദ്ധമാണ്. നിയമം അറിയാതെയുള്ള ഈ ലംഘനത്തിന് നവ്യയ്ക്ക് വലിയൊരു തുക പിഴയടക്കേണ്ടി വന്നു. വിദേശ രാജ്യങ്ങളിൽ യാത്രാ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിയമപരമായ അജ്ഞത ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ന്യായീകരണമല്ല എന്നതിനെക്കുറിച്ചും ഈ സംഭവം ഒരു പാഠമായിരുന്നു. വിദേശത്ത് നിയമലംഘനത്തിന് പിഴയടക്കേണ്ടി വന്ന അതേ വ്യക്തി സ്വന്തം രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തിൽ ബേസിക് മര്യാദ ലംഘിക്കുന്നത് ഇരട്ടത്താപ്പായി വിമർശകർ കാണുന്നു. മുല്ലപ്പൂവിന് വിദേശത്ത് ഫൈൻ കിട്ടിയത് ഓർമ്മയിലുണ്ടല്ലോ, അത്രയില്ലെങ്കിലും ബേസിക് മര്യാദ നിങ്ങൾക്ക് റെയിൽവേയിലും പാലിക്കാമെന്ന തരത്തിലുള്ള കമന്റുകൾ ഈ താരതമ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിയമപരമായി പിഴ ലഭിച്ചില്ലെങ്കിൽ പോലും പൊതുധാർമ്മികതയുടെയും മര്യാദയുടെയും പേരിൽ ഈ പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് സമൂഹം ആവശ്യപ്പെടുന്നു. കാൽ നീട്ടിയിരിക്കുന്നത് അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഫൈൻ വാങ്ങാൻ കാരണമായേക്കാം എന്ന മുന്നറിയിപ്പുകൾ റെയിൽവേ നിയമങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അവബോധം സൂചിപ്പിക്കുന്നുമുണ്ട്. ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാവുന്നതിന്റെ കാരണങ്ങൾ പലതാണ്. സോഷ്യൽ മീഡിയ ഒരു തൽക്ഷണ കോടതി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ചിത്രം പങ്കുവെച്ച ഉടൻ തന്നെ അതിന്മേൽ വിധി പ്രസ്താവിക്കപ്പെടുകയും വിമർശനങ്ങൾ അനിയന്ത്രിതമായി ഒഴുകിയെത്തുകയും ചെയ്യുന്നു. താരങ്ങൾ ചെറിയ പിഴവുകൾ വരുത്തുമ്പോൾ പോലും അത് പെരുപ്പിച്ച് കാട്ടാനും ട്രോളുകൾ ഉണ്ടാക്കാനും ഒരു വിഭാഗം ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട്. നവ്യയുടെ ചിത്രവും ആ വിമർശന വേട്ടയുടെ ഭാഗമായി മാറി. അതേസമയം പൊതു ഇടങ്ങളിൽ നിയമങ്ങളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചുമുള്ള അവബോധം ജനങ്ങളിൽ വർദ്ധിച്ചു എന്നതിന്റെ നല്ല സൂചനയായും ഇതിനെ കാണാം. വൃത്തിയുള്ള പൊതുഗതാഗത സംവിധാനം തങ്ങളുടെ അവകാശമാണെന്ന് ജനം തിരിച്ചറിയുന്നു. നവ്യ നായരുടെ ട്രെയിൻ യാത്രാ ചിത്രം ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായി കാണാമെങ്കിലും അതൊരു പൊതു ഇടത്തിൽ ചെയ്ത പ്രവൃത്തിയായതുകൊണ്ട് തന്നെ സാമൂഹികമായി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. വിദേശത്തെ നിയമങ്ങളോട് കാണിക്കുന്ന കൃത്യമായ അനുസരണം സ്വന്തം രാജ്യത്തെ പൊതു ഇടങ്ങളിലെ മര്യാദകളോട് കാണിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം എടുത്തു കാണിക്കുന്നു. നവ്യയുടെ ഈ അനുഭവം മറ്റ് സെലിബ്രിറ്റികൾക്കും പൊതുരംഗത്തുള്ളവർക്കും ഒരു പാഠമാക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അത് കേവലം ഒരു പോസ്റ്റ് മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുകയും അനുകരിക്കാൻ സാധ്യതയുള്ള ഒരു മാതൃക കൂടിയാണ്. അതിനാൽ പൊതുസമൂഹത്തിലെ ധാർമ്മികവും മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള പെരുമാറ്റം താരങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന ശക്തമായ സന്ദേശമാണ് ഈ വിവാദം നൽകുന്നത്.